ഹായ്. ചില സ്ഥലങ്ങളിൽ പരിപാടി നടത്തുന്നത് കാണുന്നുണ്ട് നിരീശ്വരവാദികൾ. സ്റ്റേജിൽ 3-4 കസാല ഇട്ടിട്ട് അതിൽ അവരുടെ മെയിനായിട്ടുള്ള ആൾക്കാർ മാത്രം വന്നിട്ടുള്ളൂ എന്നുള്ള കോലത്തിലാണ് പരിപാടി. പക്ഷേ ആ പരിപാടിയിൽ കൂടുതലായിട്ട് നടക്കുന്നത് അവിടെ കാണാൻ വരുന്ന ആളുകളിൽ മാക്സിമം അവരുടെ ആളുകളെ അവർ പങ്കെടുപ്പിക്കും. കാരണം അവർ പറയുന്നേരം കൈയടിക്കാനും അവർ പറയുന്നേരം ചിരിക്കാനും അവർക്ക് അവർ എഴുതി വെച്ച ചോദ്യം ചോദിക്കാനും അങ്ങനെയുള്ളൊരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു വശം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ആരും ഉണ്ടാവില്ല. കാരണം മതപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളാണ്, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ. കാരണം ഇവരോട് ചോദ്യം ചോദിക്കാനോ ഇവരുടെ അടുത്ത് എന്തെങ്കിലും കേൾക്കാനോ അത് പഠിക്കാനോ താല്പര്യമില്ലാത്ത ആളുകൾ തന്നെയാണ്. പക്ഷെ ഇവർ സാധാരണക്കാരായ ചില ആളുകളെ, ഇതൊന്നും അറിയാത്ത ചില ആളുകളെ ഇവർ ഈ പോക്കറ്റ് അടിക്കാരെ കാണില്ലേ, ബസ്സിന് കാത്തു നിൽക്കുന്നേരം ഒരു 10-20 ആൾ നിന്നതുപോലെ അവിടെ ഉണ്ടാകും. നമ്മൾ ബാംഗ്ലൂർ പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി പോയ സമയത്തും സ്പോക്കൺ ഇംഗ്ലീഷ് പോലത്തെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു സമയത്ത് ഇതാണ് സംഭവം. ഒരു തിരക്കാണ്. രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 9 മണി, 10 മണി, 11 മണി, ഈ ആളുകൾ ജോലിക്ക് പോകുന്ന സമയം അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം, ഓഫീസിൽ പോകുന്ന സമയത്തുള്ള ഒരു തിരക്കായിരിക്കും. അപ്പോൾ 10-20 പേരും ഇവരുടെ ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറുന്ന സമയത്ത് ഇവർ ഒരുപാട് ആളുകൾ ഭയങ്കര റഷും ഉന്തും തള്ളുമായിട്ടാണ് ബസ്സിൽ കയറാൻ. നമ്മൾ കരുതാൻ എന്താണ്, ഇവരെല്ലാം ജോലിക്ക് പോകുന്ന തിരക്കും റഷും കാര്യങ്ങളുമാണ്. സംഭവം അവിടെ റഷ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പോകുന്ന സമയത്ത് മൊബൈലിൽ കാണുന്നില്ല, പേഴ്സ് പോയി. അപ്പോൾ നമ്മളാ ബസ്സിൽ നിന്ന് ആ ഒരു ഉന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു NP ലോറിയാറ്റം വന്നിട്ട് ഇടിക്കുന്ന പോലെയാണ് അങ്ങോട്ടേക്കുള്ള അടിക്കാൻ. ആ ഒരു അടിയിൽ കൊണ്ട അടിൻ്റെ വേദനയാണ് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആ ഒരു ടൈമിലാണ് ഇവരിതൊക്കെ അടിച്ചു മാറ്റുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് നിരീശ്വരവാദം. ഇവർ പരിപാടി വെക്കുന്നത് ഇത്രയും ആളുകളൊക്കെ പങ്കെടുപ്പിച്ചിട്ടു. ആകെ വിരലിലുണ്ടാകുന്ന ആളുകളാണ് കേരളത്തിൽ ഇവർ ആൾക്കാരുള്ളൂ. പക്ഷെ ആ ആളുകളൊക്കെ ഇവർ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കും. എന്നിട്ട് പറയും ഇന്ന സ്ഥലത്ത് പരിപാടി ഉണ്ട്, വരണം, കാണണം, പറയണം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവർ മൈക്കെടുത്ത് കഴിഞ്ഞാൽ പറയാനുള്ള പൂരപ്പാട്ട്, തെറിപ്പാട്ട്, തെറിൻ്റെ അഭിഷേകം ആയിരിക്കും. കാരണം ഇവർക്ക് ഒന്നാമതൊരു മേനേഴ്സ് ഇല്ല. ഇവർ ബുദ്ധിജീവികളാണ്, ഭയങ്കര ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളോട് സംസാരിക്കുന്നവരെ കാണിക്കേണ്ട മാന്യതയോ അല്ല നല്ലൊരു വീട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു ചുറ്റുപാടിലുള്ള ഒരു പെരുമാറ്റം. അപ്പോൾ നല്ല അച്ഛനും അമ്മയും വാത്സല്യത്തോട് കൂടിയിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് വളർന്ന മക്കളാവുമ്പോൾ ആ കോലത്തിലായിരിക്കും പെരുമാറ്റവും സംസാരവും ഓരോ ഇടപാടും കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. അതേ സ്ഥാനത്ത് നേരെ തിരിച്ചിട്ടാണെങ്കിലും പൊട്ടിത്തെറിക്കുന്ന പറയാത്ത തോന്നിവാസമൊന്നുമില്ല. ഈ എനിക്ക് പറയുന്നതിൽ ലജ്ജയുണ്ട്, അതുകൊണ്ട് ഞാനങ്ങനെ പറയാൻ മടിക്കുന്നു. ഈ ഒരു പൊട്ടനുണ്ട് അതിൽ, ആ പൊട്ടൻ്റെ പേര് പോലും പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. ആ പൊട്ടൻ മദ്രസയിൽ പോയിട്ട് ഒരു വെളിച്ചെണ്ണ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ്റെ അമ്മ അല്ലെ ഇവൻ്റെ ഉമ്മ ഇവനെ മദ്രസയിൽ വെളിച്ചെണ്ണയും കൊണ്ടാണോ അയച്ചത്, പഠിപ്പിച്ചത്? അങ്ങനെയാണ് ഇവൻ വളർന്നത്. അത്തരം മോശമായിട്ടുള്ള ഇതൊന്നും 4 ആളെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഇവരുടെ അടുത്താണോ ആളുകൾ പോയിരുന്ന് ഇവരുടെ നോളജ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ നടത്തുന്നത്. ഇത്തരം വൃത്തികെട്ട, അതായത് ഇവർക്ക് ഏറ്റവും നല്ല പണി എന്താ വെച്ചാൽ ഈ നാടുകളിലൊക്കെ ഈ വേശ്യകൾ ഉണ്ടല്ലോ, വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകൾ, അവരെ നോക്കി നടന്നിട്ട് അവരെ കൊണ്ട് സിനിമ അഭിനയിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അത്രയും മോശമായിട്ടുള്ള സിനിമ ഇറക്കി അതുകൊണ്ട് പൈസ ആക്കുന്ന ആൾക്കാർ, അവർക്ക് കഥ എഴുതാൻ വേണ്ടിയിട്ട് ഇവരെ പറ്റും.
അത്ര നോളജേ ഉള്ളൂ ഇവർക്ക്. അതിലിവർ എക്സ്പേർട്ടാണ്. കാരണം ഇവരുടെ ഒരു റൂട്ടും ഇവരുടെ സംസാര ശൈലിയും ഇതൊക്കെ ആ ഒരു കഥക്കും ആ ഒരു ജീവിത ശൈലിയും അതിനൊക്കെ പറ്റും. അല്ലാതെ സാധാരണ ഒരു നല്ലൊരാളുടെ മുമ്പിലിരുന്നിട്ട് മാന്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനോ കുറച്ച് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും ഈ ഒരു വകുപ്പിൽ ഇതിനെ കിട്ടൂല. അതുകൊണ്ട് ഇത്തരം കോമാളികളുടെ മുമ്പിൽ പെട്ടുപോകാതെ നോക്കുക. കാരണം പെട്ടുപോയി കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകും. കാരണം ഇവർ തലച്ചോറിലേക്ക് പോകുന്ന നരമ്പ് നോക്കിയിട്ടാണ് പിടിക്കാനും അത്രയും വൃത്തികേട് അവർ അതിൽ കൊണ്ടുപോയി ഇട്ടുതരും. പിന്നെ ആ സാധനം അവിടുന്ന് നമ്മളെയും കൊണ്ടാ പോകും. അത്രയും വൃത്തികെട്ട ഒരു മനുഷ്യരിൽ പെട്ടവർ എന്ന് പറയാൻ ലജ്ജ തോന്നുന്ന ഒരു വിഭാഗം ആളുകളാണ്. കാരണം ഈ വേശ്യകളുണ്ടല്ലോ, വേശ്യകൾ അവർക്ക് വേറൊരു ജോലി, എഡ്യൂക്കേറ്റഡോ കാര്യങ്ങളോ അല്ല, അവർക്കൊരു ചെയ്യാനുള്ളൊരു ജോലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അറിയില്ലാത്തൊരു കോലത്തിൽ പെട്ടെന്ന് അവർ ജീവിതത്തിൽ അങ്ങനെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയേറ്റം ആയിരിക്കാം ചിലപ്പോൾ ഈ വേശ്യകൾ. പക്ഷെ ഈ പറയുന്ന ആളുകളോ, അപ്പോൾ ഇവരുമായിട്ട് തട്ടിച്ചു നോക്കുന്നവരും ഈ വേശ്യകൾ നല്ലവരാണ്. അത്രയും വൃത്തികെട്ടവരാണ് ഈ വിഭാഗം ആളുകൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് തട്ടിയതും തൂങ്ങിച്ചത്തതെന്നൊക്കെ പറയൂലേ, വണ്ടിക്ക് തട്ടിയ ആളെ കാര്യം പിന്നെ പറയണ്ടല്ലോ, തൂങ്ങിച്ചത്ത ആളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതേപോലത്തെ ഒരു മൂന്നാമത്തെ ഒരു വിഭാഗമാണ് നിരീശ്വരവാദി. അപ്പോൾ വണ്ടിക്ക് തട്ടിയത്, തൂങ്ങിച്ച് ചത്തത്, നിരീശ്വരവാദി, ഇത് മൂന്നും ഒരു കോലത്തിലുള്ളതാണ്. അതിൻ്റെ അടുത്ത് പോയിട്ടൊരു കാര്യമില്ല. അത് അതിൻ്റെ വഴിക്ക് പോയിക്ക്. അപ്പോൾ ഇവരെ വഴിക്ക് പോയിക്കോട്ടെ, അതിൻ്റെ വേക്കിൽ പോയിട്ട് എന്താക്കണ്ട, ടൈം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, എന്തായാലും ജീവിതത്തിലുള്ള വിലപ്പെട്ട സമയം ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആൾക്കാരുടെ മുമ്പിൽ പോയിരുന്നിട്ട് നശിപ്പിക്കാനുള്ളതല്ല ജീവിതം. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, കാരണം വിപ്ലവങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ. നമ്മളെ നാട്ടിലൊന്നും ഒരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല രാത്രി കാലങ്ങളിലൊന്നും. ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ ഏത് പാതിരാക്കും ഒരു പെണ്ണിന് വേണമെങ്കിൽ പുറത്തു പോകാം, വണ്ടി ഓടിച്ചിട്ടോ നടന്നിട്ടോ ഏത് രീതിയിലും, ആരും ഒരാളും തൊടൂല. അപ്പം അത്രയും നല്ല നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന നിലക്ക്, അതൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ നാട്ടിൽ കുറേ പട്ടികളെ കുരക്കുന്ന പോലെ ഇങ്ങനെ നിരീശ്വരവാദികൾ കുരക്കാന്നല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നിട്ട് ബുദ്ധിയില്ലാത്ത കുറേ കാര്യങ്ങളെടുത്ത് മുന്നിൽ വെക്കാന്നല്ലാതെ ഇവരേതെങ്കിലും ഒരു നാട്ടിൽ പിന്നെ ഇങ്ങനെയുള്ളൊരു സംഭവം പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ നിരീശ്വരവാദികൾ? ഇപ്പോൾ ഇസ്ലാമിന് പറയാനുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് വായി തുറന്നു കഴിഞ്ഞാൽ അതേ പറയാനുള്ളൂ. അപ്പോൾ ആ നബിയെ ഇത്രയും ലോകത്തുള്ള നിയമങ്ങൾ, ഒരുപാട് കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്തിട്ട് എത്രയോ കോടാനുകൂടി ജനങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ ആസ്വദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങൾ ഏത് പാതിരാക്കുവാണെങ്കിലും പുറത്തിറങ്ങാം. ഇപ്പോൾ ഏതെല്ലാം ഒരു വിഷയത്തിൽ ചോദിക്കുന്ന കേട്ടു, പെണ്ണിന് പകുതി സ്വത്ത്, ഇത്രയോ സ്വത്ത്, അതായതാന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഓരോ നാട്ടിൽ ഓരോ സിസ്റ്റം, ഓരോ കൾച്ചറുണ്ട്. ആ കൾച്ചർ ഇപ്പോൾ നമ്മളുടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരവസ്ഥ എന്താ, നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ ജോലിക്ക് പോകും, സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ച് മക്കളെ നോക്കി അവർക്ക് ഭർത്താവിന് ഭക്ഷണമെല്ലാം ആക്കി ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളല്ലേ. അപ്പം വീട്ടിലുള്ള ആണുങ്ങൾക്ക് അവർ ജോലിക്ക് പോകണോ അല്ലെങ്കിൽ കച്ചവടത്തിന് പോകണോ, അതാണ് ഇതാണ്. അപ്പോൾ അവരാണ് കുടുംബം നോക്കുന്നത്. അപ്പോൾ ഈ പെണ്ണിനും ഈ ആണിനും ഒരുപോലെ അല്ലാതെ ആണിന് കുറച്ചധികം കൊടുക്കുന്നത്, കാരണം വീട് നോക്കുന്നത്, വീടിന് വേണ്ടുന്ന കാര്യങ്ങൾ, പെങ്ങളെ കെട്ടിച്ചയക്കേണ്ടത്, മറ്റുള്ള കാര്യങ്ങൾ, അതും ഇതൊക്കെ ഉത്തരവാദിത്തങ്ങൾ, വീടിൻ്റെ മറ്റ് പല കാര്യങ്ങളിലും ഇടപെട്ട് പുറത്ത് പോയി ചെയ്യാനുള്ള സൗകര്യം ആണിനാണ്. അപ്പോൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള വേറെയും കുറേ കാര്യങ്ങൾ മതപരമായിട്ടുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വഴിയിൽ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം വൃത്തികെട്ട ആളുകളോട് കൂട്ടുകൂടാനോ അവരെക്കുറിച്ചിട്ട് പറയാനോ കേൾക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അഭിപ്രായം. എന്തായാലും ചെറിയൊരു സമയം കൊണ്ട് ഒരു 10 മിനിറ്റ്. എന്തായാലും
നല്ല ബുദ്ധി എല്ലാവർക്കും, ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തി അവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ നല്ലൊരു ലോകം ഈ ലോകത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.